ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം. ഒരിക്കൽ പോലും മടിയനെ ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം. പ്രഭുത്വങ്ങൾ അധികാരങ്ങളും ദൈവയുടെ വൻപടയാളികളും വിപത്തുണ്ടാക്കി നിന്നെ ചതിപ്പാനീത വീണ്ടും പ്രയത്നങ്ങൾ ചെയ്തിടുന്നേ. ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം. ഒരിക്കൽ പോലും മടിയനെ ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പത്രോസിൻ്റെ ആദ്യ പ്രസംഗത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന വിശ്വാസ സമൂഹത്തെക്കുറിച്ച് പറയുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥിച്ചു. അപ്പോസ്തലപ്രവൃത്തി 2:42. കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസ സമൂഹം ആത്മിക ജീവിതത്തിന് ശക്തി പകരുന്ന പവർ സ്റ്റേഷനാണ് പ്രാർത്ഥന. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. ലൂക്കോസ് 22:46. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടും ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. ശിഷ്യന്മാരെ പോലെ പ്രാർത്ഥിച്ച് ഉറങ്ങുന്ന വിശ്വാസികളല്ലേ നാമും? കർത്താവ് തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് അധിക പ്രാധാന്യം നൽകിയിരുന്നു. കർത്താവ് പ്രാർത്ഥിച്ചത് അതിശ്രദ്ധയോടെ ആയിരുന്നു. ലൂക്കോസ് 22:44. പ്രാർത്ഥനയിൽ അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. പ്രാർത്ഥനയിൽ പിതാവായ ദൈവത്തോട് പറഞ്ഞത് താൻ സഹിക്കേണ്ട വേദന തന്നിൽ നിന്ന് നീക്കണം എന്നായിരുന്നു. എന്നാൽ പ്രാർത്ഥനയിൽ കൂടി ദൈവ ഇഷ്ടം എന്താകുന്നു എന്ന് മനസ്സിലായപ്പോൾ യേശു പ്രാർത്ഥിച്ചു, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന്. ലൂക്കോസ് 22:42. ദൈവം മുൻപിൽ മുട്ടുകൾ മടക്കി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ദൈവ ഇഷ്ടം മനസ്സിലാക്കുവാൻ സാധിക്കൂ. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാനുള്ള നിർദ്ദേശം യേശു നൽകിയെങ്കിലും അവർ ഉറങ്ങിപ്പോയി. കർത്താവിനോടുകൂടി മരിക്കുവാൻ പോലും തയ്യാറാണ് എന്ന് പറഞ്ഞ പത്രോസും ഉറങ്ങി. അവനോടുകൂടി മരിക്കുവാൻ നമുക്കും പോകാം എന്ന് പറഞ്ഞ തോമാസും ഉറങ്ങി. അവർ ഉറങ്ങിയത് മനഃപൂർവ്വം അല്ലായിരിക്കാം. പകലത്തെ അധ്വാനം മൂലം ഉളവായ ശാരീരികമായ ക്ഷീണമായിരിക്കാം അവരെ ഉറക്കത്തിൽ വീഴ്ത്തിയത്. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉറക്കം അത് പരീക്ഷകൻ്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കണം. വിശ്വാസി എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. വിശ്വാസിയെ തകർക്കുവാൻ ശത്രു തൻ്റെ തീയമ്പുകളെ തൊടുക്കും. പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണവും ഉറക്കവും ശത്രു നമ്മിൽ പ്രയോഗിക്കുന്ന തീ അമ്പുകളാണ്. അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കാത്തതാണ് നമ്മിലുണ്ടാകുന്ന പരാജയത്തിൻ്റെ കാരണം. ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമേ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അവനോട് എതിർത്ത് നിൽപ്പാൻ നമുക്ക് കഴിയൂ. ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നതിൽ കൂടി മാത്രമേ ദൈവകൃപ പ്രാപിപ്പാൻ കഴിയൂ. ദൈവകൃപ ഒന്ന് മാത്രമാണ് ബലഹീനതയിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നത്. നമ്മുടേതായ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണല്ലോ പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത്. ഇത് പൈശാചികൻ്റെ വേറൊരു തന്ത്രമാണ്. പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പ്രാർത്ഥന മതിയാക്കും എന്ന പൈശാചികൻ ചിന്തിക്കുന്നത്. പൈശാചികൻ്റെ ഈ തന്ത്രത്തിൽ നമ്മൾ പലരും കുടുങ്ങി പ്രാർത്ഥന മതിയാക്കിയവരല്ലേ? യേശു കർത്താവ് ഗെത്സമനയിൽ വെച്ച് ആദ്യം പ്രാർത്ഥിച്ചത് ക്രൂശിലെ കഠിനമായ വേദന നീക്കിത്തരണമെന്നായിരുന്നു. പൈശാചികൻ്റെ ഈ തന്ത്രത്തിൽ നിന്നും കർത്താവ് വിജയം നേടി. പിന്നെ കർത്താവ് പ്രാർത്ഥിച്ചത് ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, എല്ലാം നീ ഇച്ഛിക്കുന്നത് പോലെയാകട്ടെ എന്ന്. ഞാൻ കുടിക്കാതെ ക്രൂശിലെ കഷ്ടത മാറില്ല എങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്നും പ്രാർത്ഥിച്ചു. മത്തായി 26:42. ക്രൂശിലെ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ച കർത്താവ് പരീക്ഷകനെ ജയിച്ചതിനെ തുടർന്ന് ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ തന്നെ കർത്താവിനോടുകൂടി പരീക്ഷകനും ഉണ്ടായിരുന്നു. എങ്കിലും ശ്രദ്ധയോടുകൂടിയ കർത്താവിൻ്റെ പ്രാർത്ഥന സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളെയും ജയിപ്പാൻ അവനെ സഹായിച്ചു. ഇത്തരുണത്തിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പരിശോധിക്കാം. പൈശാചികൻ യേശു കർത്താവിനെ പോലും പരീക്ഷിക്കുവാൻ തയ്യാറായി എങ്കിൽ
നമ്മെ എത്രയധികം പരീക്ഷിക്കും. കർത്താവ് നമുക്ക് നൽകുന്ന ആലോചന ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നതാണ്. സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും വിജയം നേടുവാനുള്ള ഏക മാർഗം പ്രാർത്ഥന മാത്രമാണ്. ഇന്ന് സ്വാർത്ഥതയുടെയും സ്വേച്ഛയുടെയും സ്വയലാഭത്തിൻ്റെയും പരീക്ഷകൾക്ക് വശംവദരാകുന്നവരല്ലേ നാം? ഇതിൽ നിന്നൊക്കെ വിജയം നേടണമെങ്കിൽ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കണം. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ പൈശാചികൻ വിറയ്ക്കും. ദൈവത്തിന് കീഴടങ്ങുവീൻ, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നമ്മോട് അടുത്തു വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. യാക്കോബ് 4:7-8 വാക്യങ്ങൾ. എൻ്റെ ആയുസ്, എൻ്റെ അനുനിമിഷമുള്ള കാര്യങ്ങൾ, എന്നിൽ ആഗമിക്കുന്ന നാഴികക്കല്ലുകൾ എല്ലാം നിയന്ത്രിക്കുന്നത് കർത്താവാകുന്നു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ നാം തയ്യാറാകണം. അപ്പോൾ നമുക്ക് വിജയം പ്രാപിപ്പാൻ കഴിയും. ഇന്ന് പ്രാർത്ഥനയുടെ അളവ് കുറഞ്ഞു പോയിരിക്കുകയല്ലേ? പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടായ പരാജയമാണ് നമ്മളുണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പരാജയത്തിനും കാരണം. പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരുമ്പോൾ ശത്രുവിന് നമ്മെ തൊടുവാൻ കഴിയില്ല. പ്രാർത്ഥനയുടെ ശക്തി ശത്രുവിൻ്റെ ശക്തിയെ തകർക്കും. പ്രാർത്ഥന ശത്രുവിൽ നിന്ന് നമ്മെ സംരക്ഷിച്ച് നിർത്തുന്ന കോട്ടയാണ്. ആ കോട്ടയിൽ നാം സുരക്ഷിതരായിരിക്കും. കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണമേ. ആമേൻ. ജ്ഞാനികളെ മൂഢരാക്കുവാനും നല്ലവരെ നിലതെറ്റിപ്പാനും ഊനമെല്ലാവർക്കും ഉണ്ടാക്കുവാനും എന്നും ഉറ്റുണർന്നു ശ്രമിക്കുന്നു സാത്താൻ. ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം, ഒരിക്കൽ പോലും മടിയനേ. ഉണർന്നെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാം.